എല്ലാവർക്കും KTU ദൈവം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ ഓരോരോ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് എല്ലാവിധ ആശംസകളും KTU ദൈവം നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ BTech യാത്രയിലുടനീളം നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ KTU ദൈവവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾ കീമിൻ്റെ 2ാം ഫേസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി 3rd അലോട്ട്മെൻറ്റും കൂടെ പൂർത്തിയാകാനുണ്ട്. അത് വരുന്ന 6-7 തീയതികളായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാലുടൻ തന്നെ 9-ാം തീയതി മുതൽ പല കോളേജുകളിലും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ചില പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ ഈ 9-ാം തീയതി അല്ലെങ്കിൽ വരുന്ന ദിവസം നിങ്ങളുടെ കോളേജിൽ എന്നാണോ ക്ലാസ് തുടങ്ങുമെന്ന് നിങ്ങൾ അറിയിച്ചിരിക്കുന്ന ആ ദിവസം ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യില്ല. പകരം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും. എല്ലാ വർഷവും അങ്ങനെയാണ്. BTech ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരാഴ്ച നീടുന്ന, അതായത് 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ എല്ലാ കോളേജുകളും സംഘടിപ്പിക്കാറുണ്ട്. അത് KTU പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങൾ 10 വരെ അല്ലെങ്കിൽ +2 വരെ പഠിച്ചു വന്ന രീതിയല്ല ഇനി നിങ്ങൾ BTech പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പിന്തുടരേണ്ടത്. +2 വരെ പഠിച്ച രീതിയേ അല്ല നിങ്ങളിനി BTechൽ പഠിക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ BTech എന്താണെന്നുള്ളതിന്, BTech എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുപോലെ നിങ്ങളുടെ ഈ കോളേജ് ജീവിതം, ഈ BTech പഠനകാലം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു രസകരമായൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇത്രയും നാൾ ഓടിച്ച് നടന്നിരുന്നത് ഒരു സൈക്കിളാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും അത് ആദ്യം ഓടിക്കാൻ തുടങ്ങുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. നോക്കുകയാണെങ്കിൽ 2 ഇരുചക്ര വാഹനങ്ങളാണ്, പക്ഷേ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏകദേശം അത്ര തന്നെ വ്യത്യാസവും ഇതുവരെയുള്ള +2 വരെ ഉള്ള പഠനത്തിനും ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന BTech പഠനത്തിനുമുണ്ട്. അത് നിങ്ങൾക്ക് BTech കോഴ്സിലേക്ക് കയറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രൂഫ് അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ BTechലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ കൂടുതലും അതിൻ്റെ ആപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുന്നത്. ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇല്ലാതെ ഒരു കുട്ടി പെട്ടെന്ന് BTech പഠിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ പറയാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമാവുന്നു. അപ്പോൾ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പഠിച്ചാൽ മാർക്ക് കിട്ടാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഈ വിദ്യാർത്ഥി പെട്ടെന്ന് പാനിക്കാവുകയും ചിലപ്പോൾ സ്ട്രെസ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ക്ലിയറായ ഐഡിയ തരാനും ഇതുവഴി മാനസിക സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവരുത് നിങ്ങൾക്ക് എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഒരാഴ്ച നടത്തുന്നത്. മിക്ക ദിവസങ്ങളിലും ഫസ്റ്റ് ഡേ ഓറിയൻറ്റേഷൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് മിക്കവാറും നിങ്ങളുടെ കോളേജിലൊരു വിശിഷ്ടാതിഥിയെല്ലാം വന്ന് അങ്ങനെയാണ് നിങ്ങളുടെ ഓറിയൻറ്റേഷൻ്റെ ഡേ ഇനോഗ്രേഷൻ നടത്തുന്നത്. മിക്ക കോളേജുകളും ഏതെങ്കിലും അവരുടെ പ്രമുഖരായ അലുമിനികളെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പ്രമുഖരായ സാമൂഹിക സാംസ്കാരിക സിനിമ കായിക രംഗത്തെ ഏതെങ്കിലും പ്രമുഖരായ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടാണ് ഈ കോളേജ് ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഓറിയൻറ്റേഷൻ ഡേ ഇനോഗ്രേഷനൊക്കെ നടത്തുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ചേർന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നതെന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നൊരു ചടങ്ങുണ്ടാവും. അത് കേരളം സംസ്ഥാനം മൊത്തം മന്ത്രിയാണ്, ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. അത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തലസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് നടന്നത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അവിടെ വന്ന് ഈ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. അത് ആ കോളേജിലുള്ള വിദ്യാർത്ഥികൾ നേരിട്ട് കാണാനായി സാധിച്ചു. ബാക്കി എല്ലാ കോളേജുകളിലും ഈ ഉദ്ഘാടന പ്രസംഗം ഓൺലൈൻ വഴി നടത്തുകയായിരുന്നു. അതായത് ഇവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് എല്ലാ കോളേജുകളിലും പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 3-4 ദിവസങ്ങളിലെല്ലാം ഓരോരോ പ്രോഗ്രാമുകൾ ഓരോരോ മേഖലകളിൽ എക്സ്പേർട്ടായ ആളുകൾ വന്നിട്ട് BTechനെ പറ്റി വ്യക്തമായ ക്ലാസ്സുകൾ എടുക്കും. ചില കോളേജുകളിൽ എങ്ങനെ പ്ലേസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂവിന് എങ്ങനെ ഇരിക്കണമെന്നും അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ ഓറിയൻറ്റേഷൻ വഴി ഉദ്ദേശിക്കുന്നത്. ഈ ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങളത് BTechൻ്റെ
ബിടെക് പഠിച്ച് പോകുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട് വരും. അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ ഓരോ ക്ലാസ്സുകളുണ്ടാകും, അതൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓൾറെഡി നിങ്ങൾക്കൊരു ഐഡിയ ഉള്ള ആളാണെങ്കിൽ പിന്നെ ഈ ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഈ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ ബിടെക്, എന്താണ് ബിടെക്, അതായത് എങ്ങനെ പഠിക്കണമെന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും ഒരു ക്ലിയർ ഐഡിയ കിട്ടാനും നിങ്ങളെല്ലാവരെയും മാനസികമായി ബിടെക് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കുകയും ആണ് ഈ ഓറിയൻറ്റേഷൻ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓറിയൻറ്റേഷൻ എല്ലാം അറ്റൻഡ് ചെയ്ത് നല്ലതുപോലെ അക്കാഡമിക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ പഠിച്ച് എല്ലാവർക്കും നല്ല മാർക്കും നല്ല റിസൾട്ടും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ ഗേറ്റ് ആണെങ്കിൽ ഗേറ്റ്, അല്ലെങ്കിൽ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ പ്ലേസ്മെൻറ്റ്, അതല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾ ബിടെക് എടുത്തതിന് ശേഷം കാറ്റ് എല്ലാം എടുത്ത് MBAയിലൊക്കെ പോകുന്നുണ്ട്. എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.